താമരശ്ശേരി ചുരത്തിൽ നാളെ ഗതാഗതം തടസ്സപ്പെടും. 6, 7, 8 വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചിരുന്നു. മരത്തടികൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റുന്നതിനാൽ നാളെ രാവിലെ 8 മണി മുതൽ ചുരത്തിൽ ഇടവിട്ട സമയങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടും. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, പകരം ഈ ഗതാഗതം തടസ്സപ്പെടുമെന്ന് പറയുന്നു. പകരം എന്ത് മാർഗമാണുള്ളത്? അക്ഷയ്, ഈ താമരശ്ശേരി ചുരത്തിൽ നിരന്തരമായിട്ട് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോടെയാണ് വീണ്ടും ഈ ചുരത്തിന്റെ 6, 7, 8 വളവുകൾ വീതി കൂട്ടുക എന്നൊരു തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്തെ കുറെ മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ നിലവിൽ 8ാം വളവിലാണ് മരങ്ങളൊക്കെ ഉള്ളത്. അത് ക്രെയിൻ ഉപയോഗിച്ച് മരത്തടികൾ മുറിച്ച് ലോറിയിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകണം. അത് ആ പ്രവൃത്തിയാണ് നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം വഴി മാത്രമായിരിക്കും ഗതാഗതം ഉണ്ടാവുക എന്നുള്ളതാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്കിടി ഭാഗത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് ചുരം വഴി താഴേക്ക് ഇറങ്ങുന്നതുമായ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ദേശീയപാത അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് അവിടെ ചുരം സംരക്ഷണ സമിതിയും മറ്റു പോലീസുകാരും ഒക്കെ നാളെ ഉണ്ടാകും. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അവിടെ ഗതാഗത സംവിധാനങ്ങൾ നാളെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് അവർ പറയുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ ഈ മരത്തടികൾ മാറ്റുന്ന പ്രവൃത്തിയായിരിക്കും അവിടെ പുരോഗമിക്കുക. അത് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായ തോതിലേക്ക് സാധാരണ നിലയിലേക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു നിർദ്ദേശമായിട്ട് അവർ പറയുന്നത്, പരീക്ഷകളോ മറ്റു അത്യാവശ്യ കാര്യങ്ങൾക്കോ ഒക്കെ പോകേണ്ടവരുണ്ടെങ്കിൽ ഈ ഗതാഗത പ്രശ്നമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് സമയം ക്രമീകരിക്കണം എന്നാണ്. നാളെ വയനാട്ടിൽ നിന്ന് തിരികെ കോഴിക്കോട്ടേക്ക് താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കാര്യം ഓർത്തുവെക്കുക എന്നുള്ളതാണ്. നാളെ രാവിലെ 8 മണി മുതൽ ചുരത്തിൽ ഇടവിട്ട സമയങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടും.